ട്രൂത്ത് സീക്കേഴ്സ് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഗുരുസമക്ഷം, ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ, ശ്രീയം, എപ്പിസോഡ് 24. യോഗവും വേദാന്തവും നാദസമ്പ്രദായവും. അന്നത്തെ പ്രഭാതം തണുപ്പുള്ളതായിരുന്നു. ചുറ്റും കാണപ്പെട്ട കൊടിമുടികൾ മഞ്ഞത്തൊപ്പി ധരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നു. ധൂനി കെടാതെ കത്തിച്ചു വച്ചിരുന്നു. ഇന്ന് നമുക്ക് ഉപനിഷത്തിൽ തുടങ്ങാം, ബാബാജി അറിയിച്ചു. ഉപനിഷത്തുക്കൾ ഗ്രഹിക്കാൻ വളരെ പ്രയാസമാണെന്ന് കേട്ടിട്ടുണ്ട്. അവ വലിയ പണ്ഡിതന്മാർക്കും സന്യാസിമാർക്കും വേണ്ടിയുള്ളതല്ലേ? ഞാൻ സന്ദേഹം പ്രകടിപ്പിച്ചു. സാധാരണക്കാരിൽ അങ്ങനെ ഒരു ധാരണ നിലവിലുണ്ട്. അത് പുരോഹിതന്മാർ പറഞ്ഞു പരത്തിയ ആശയമാണ്. ഉപനിഷത്തുക്കൾ ജനങ്ങളെ ശരിയായ രീതിയിൽ പഠിപ്പിക്കുകയാണെങ്കിൽ അവർ യുക്തിപൂർവം ചിന്തിക്കാൻ തുടങ്ങുകയും അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മുക്തരാകുകയും ചെയ്യും. ജനങ്ങൾ ഉദ്ബുദ്ധരാകുകയും വിവേകപൂർവം ചിന്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ തങ്ങൾക്ക് അവരുടെ മേലുള്ള ആധിപത്യത്തിന് കോട്ടം വരും എന്ന് പുരോഹിതന്മാർ ആശങ്കപ്പെട്ടു. രാജാക്കന്മാരിലും പ്രജകളിലും നിയന്ത്രണം ചെലുത്തിയിരുന്ന കൗശലക്കാരായ പുരോഹിതന്മാരാകട്ടെ ജനങ്ങളുടെയും ഈശ്വരൻ്റെയും ഇടയിൽ മധ്യവർത്തികളായിട്ടാണ് കഴിഞ്ഞിരുന്നത്. തങ്ങളുടെ സ്വാധീനത്തിന് ഭംഗം വരാതിരിക്കാൻ വേണ്ടി പുരോഹിതന്മാർ ഉപനിഷത്തുക്കളുടെ പഠനം നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരുന്നു. നമ്മുടെ മഹത്തായ സംസ്കാരത്തിന് മങ്ങലേറ്റതിന് ഒരു പ്രധാന കാരണം പരിശുദ്ധമായ ഈ അറിവിനെ അവഗണിച്ചതാണ്. ഉപനിഷത്തുക്കൾ സന്യാസിമാർക്ക് വേണ്ടിയുള്ളതാണ് എന്ന മിഥ്യയും പുരോഹിതന്മാർ കണ്ടുപിടിച്ചതാണ്. ഉപനിഷത്തുക്കളെ അവലോകനം ചെയ്യുന്ന ആർക്കും ഒരു കാര്യം വ്യക്തമാകും. ഉപനിഷത്തുക്കൾ ഉദ്ബോധിപ്പിച്ചത് വിവാഹിതരും സന്താനങ്ങളുമുള്ള മഹർഷിമാരായിരുന്നു. ചിലരാകട്ടെ ജനക മഹാരാജാവിനെ പോലെയുള്ള മഹാരാജാക്കന്മാരായിരുന്നു. നമുക്ക് ഗായത്രി മന്ത്രം പ്രദാനം ചെയ്ത വിശ്വാമിത്ര മഹർഷിയാകട്ടെ മഹർഷിയാകുന്നതിനു മുമ്പ് ക്ഷത്രിയനായിരുന്നു. വേദങ്ങളുടെ സമാഹർത്താവും ബ്രഹ്മസൂത്രത്തിൻ്റെ രചയിതാവും വിഖ്യാതനുമായ വ്യാസമഹർഷിക്ക് ജന്മം നൽകിയത് ഒരു മുക്കുവസ്ത്രീയായിരുന്നു. ഏത് സമുദായത്തിൽ അഥവാ ഏത് വംശത്തിൽ ജനിച്ചു വന്നതിനല്ലായിരുന്നു, മറിച്ച് യോഗ്യതയ്ക്കായിരുന്നു വില കൽപ്പിച്ചിരുന്നത്. നിങ്ങൾക്ക് ഒരു ആത്മാവുണ്ടെന്നും അത് ഔഭൗതികമാണെന്നും ചിന്തിക്കുകയാണെങ്കിൽ അതിന് ജനയിതാക്കൾ ഉണ്ടായിരിക്കുമോ? മഹർഷിമാർ തങ്ങളുടെ സന്താനങ്ങളെ ഉപനിഷത്തുക്കൾ അധ്യയനം ചെയ്യുന്നതിന് മറ്റു മഹർഷിമാരുടെ അടുത്തേക്ക് അയച്ചിരുന്നു. ഉപനിഷത്തുക്കൾ രചിക്കപ്പെട്ട കാലം അത്യന്തം പ്രബുദ്ധമായ ഒരു കാലമായിരുന്നു. ജാതിക്കും മതത്തിനും അതീതമായി സത്യസന്ധരായ അന്വേഷകർക്ക് അധ്യയനം ചെയ്യാൻ അവസരം നൽകിയിരുന്നു. പരബ്രഹ്മം എന്ന സത്യത്തെ സാക്ഷാത്കരിക്കണമെങ്കിൽ വിവേകത്തിലൂടെ മാത്രമേ കഴിയൂ എന്നും അതിനുവേണ്ടി ഉപനിഷത്തുക്കളുടെ അധ്യയനത്തിലേക്ക് മടങ്ങണമെന്നും നമ്പൂതിരി ബ്രാഹ്മണനും വേദാന്തിയുമായ ആദി ശങ്കരാചാര്യർ ഉദ്ഘോഷിച്ചപ്പോൾ പുരോഹിതവർഗം അദ്ദേഹത്തെ പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു. ആചാരാധിഷ്ഠിതമായ മതത്തിന് അദ്ദേഹം വലിയ ഒരു പ്രഹരണമാണ് നൽകിയത്. പുരോഹിതന്മാർക്ക് ജനങ്ങളുടെ മേലുള്ള ആധിപത്യം നഷ്ടപ്പെടുമോ എന്ന ഭയമായിരുന്നു. പുരോഹിതന്മാർ തങ്ങളുടെ പ്രവൃത്തിയിലൂടെ കൗശലക്കാർ ആണെന്ന് തെളിയിച്ചു. അവർക്ക് ആദി ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠങ്ങളിൽ പോലും സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു. ഇന്ന് ഈ മഠങ്ങളെല്ലാം തന്നെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സ്ഥാപനങ്ങളായി തീർന്നിരിക്കുന്നു. ഉപനിഷത്ത് അധ്യയനം ചെയ്യുന്ന അധ്യേതാവിന് അനിവാര്യമായ ചില ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. അയാൾക്ക് ശുദ്ധമായ മുൻവിധികൾക്ക് വിധേയമാകാത്ത ഒരു മനസ്സും നല്ല ഭൗതികക്ഷമതയും ആരോഗ്യമുള്ള ശരീരവും വേണം. സ്വാധ്യായം ചെയ്യുന്ന പ്രക്രിയയിൽ അഗാധമായ അന്വേഷണം വേണ്ടി വരുന്നതിനാൽ രോഗഗ്രസ്തനായ ഒരാൾക്ക് ആവശ്യത്തിന് വേണ്ട ഊർജം ഉണ്ടായെന്ന് വരില്ല. ആരോഗ്യമില്ലാത്ത ശരീരത്തിന് ക്ഷമിക്കാനുള്ള കഴിവും കാണുകയില്ല. അന്വേഷണത്തിന് ക്ഷമ അനിവാര്യമാണ്.
ചുരുക്കത്തിൽ യോഗ പരിശീലനവും ആരോഗ്യത്തിന് പറ്റിയ ഭക്ഷണവും ശാന്തമായ ഒരു ജീവിതചര്യയും അനുപേക്ഷണീയമാണ്. ബാബാജി, കൂടാതെ നല്ല ഒരു ഗുരുവും അത്യാവശ്യമല്ലേ? തീർച്ചയായും യോഗ്യനായ ഒരു ഗുരു കൂടിയേ തീരൂ. ഗുരുവിൻ്റെ കടമ മാർഗനിർദ്ദേശം നൽകുകയാണ്. ശാശ്വതമായി ഗുരുവിനെ ആശ്രയിക്കാൻ ഇടയാകുന്ന ആളായിരിക്കരുത് അദ്ദേഹം. ശിഷ്യൻ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളവനായി തീരണം. അതിനുവേണ്ടി ഗുരു ശിഷ്യന് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള അറിവ് പകർന്നു കൊടുക്കുകയും വേണം. വേദാന്താധ്യാപനത്തിൻ്റെ ആത്മാവാണ് സ്വാതന്ത്ര്യം. ഞാൻ ഉപനിഷത്തുക്കൾ എന്ന് പ്രതിപാദിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് പ്രാചീനമായ 11 ഉപനിഷത്തുക്കളെയാണ്. അവയുടെ പേരുകൾ പറയാം. ഈശോവാസ്യോപനിഷത്ത്, കേനോപനിഷത്ത്, ചാന്തോക്യോപനിഷത്ത്, ബൃഹദാരണ്യകോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, മാണ്ഡുക്യോപനിഷത്ത്, കഠോപനിഷത്ത്, പ്രശ്നോപനിഷത്ത്, ശ്വേതാശ്വതരോപനിഷത്ത്, ഐതരയോപനിഷത്ത്, തൈത്തിരിയോപനിഷത്ത്. പിൽക്കാലത്തെ അനേകം ഉപനിഷത്തുക്കൾ അവയുടെ വിശുദ്ധ രൂപത്തിൽ ലഭ്യമല്ല. ചില ഉപനിഷത്തുക്കളാകട്ടെ ചില സങ്കുചിത ആശയങ്ങളെ സമർത്ഥിക്കുവാൻ വേണ്ടി ചമച്ചതാണ്. അതിനാൽ അവയെപ്പറ്റി പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഉപനിഷത്ത് എന്ന വാക്ക് ഉപ എന്ന ധാതുവിൽ നിന്ന് രൂപം കൊണ്ടതാണ്. അതിൻ്റെ അർത്ഥം സമീപത്ത് എന്നാണ്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഗുരുവിൻ്റെ സമീപത്തിരിക്കുന്നയാൾ ഉപനിഷത്ത് മനസ്സിലാക്കുന്നു എന്നാണ്. അഥവാ വാക്കുകളിലൂടെ വ്യക്തമാക്കാനാവാത്ത ബഹുവിധമാനങ്ങളുള്ള സത്യത്തെ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ അറിയുക എന്നാണ്. അല്ലെങ്കിൽ പരിമിതമായ മാനങ്ങളിൽ മാത്രം സാധാരണഗതിയിൽ വ്യാപരിക്കാൻ കഴിയുന്ന മനസ്സിലേക്ക് ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ സത്യത്തെ വിശദീകരിച്ചു കൊടുക്കുക എന്നാണ്. സാധാരണഗതിയിൽ അലഞ്ഞു തിരിയുന്ന മനസ്സിനെ ഒരിടത്ത് ഇരിക്കാൻ, അതായത് ഷത് പഠിപ്പിക്കുന്നു. ഉപനിഷത് എന്ന വാക്കിൻ്റെ അവസാനത്തെ പദഭാഗം അർത്ഥമാക്കുന്നത് വിചാരത്തിൻ്റെ അനാവശ്യമായ ചലനങ്ങളെ നിലയ്ക്ക് നിർത്തി വിശ്രാന്തി നൽകുക എന്നതാണ്. അസ്വസ്ഥതകളിൽ നിന്നും മുക്തമാകുന്ന മനസ്സ് ശാന്തി കൈവരിക്കുന്നു. സാമവേദത്തിൻ്റെ ഭാഗമായ കേനോപനിഷത്തിൽ ഇങ്ങനെ പറയുന്നു: യാതൊന്ന് മനസ്സുകൊണ്ട് അറിയുന്നില്ല, യാതൊന്നിനാൽ മനസ്സ് അറിയപ്പെട്ടതായി പറയുന്നു, അതിനെ തന്നെ ബ്രഹ്മമായി നീ അറിയുക. സാധാരണ നിലയിൽ വാക്കുകളാൽ ഉപാസിക്കപ്പെടുന്നത് ബ്രഹ്മമല്ല. സംസ്കൃതം പഠിച്ചു കഴിയുമ്പോൾ മൂലകൃതികൾ വായിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. സംസ്കൃത ഭാഷയെ അവഗണിച്ചതിൻ്റെ പരിണത ഫലമാണ് നമ്മുടെ നാട്ടിൽ എങ്ങും വ്യാപിച്ചിരിക്കുന്ന അജ്ഞാനാന്ധകാരം. ആളുകൾ മൂലകൃതികൾ വായിക്കാതെ വികലമായ പരിഭാഷകളും വ്യാഖ്യാനങ്ങളും വായിച്ച് വഴിതെറ്റു പോകുന്നു. പലപ്പോഴും പരിഭാഷകരും വ്യാഖ്യാതാക്കളും തങ്ങളുടെ ഇടുങ്ങിയ വിശ്വാസങ്ങൾക്ക് അനുയോജ്യമായ ശാസ്ത്രഗ്രന്ഥങ്ങളെ വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത്. കേനോപനിഷത്തും ഈശോവാസ്യോപനിഷത്തും മാണ്ഡുകോപനിഷത്തും നമുക്ക് ഓരോന്നായി പഠിക്കാം. ബാബാജി, ഒരു സംശയം. ഉപനിഷത്തിലെ ആശയങ്ങളോട് ബുദ്ധൻ്റെ ഉപദേശങ്ങൾക്ക് അടുപ്പമുണ്ടോ? ഉപനിഷത്തിലെ ആശയങ്ങളോട് ശങ്കരാചാര്യർക്ക് യോജിപ്പുണ്ടായിരുന്നത് കൊണ്ടാണ് യഥാസ്ഥിതികരായ പുരോഹിതന്മാർ അദ്ദേഹത്തെ പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിളിച്ചത്. ശങ്കരാചാര്യസ്വാമികളുടെ ഗുരുവായ മഹാനായ ഗൗഡപാദരും മാണ്ഡുക്യോപനിഷത്തിന് പ്രസിദ്ധിയാർജിച്ച ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തെ പലരും ബുദ്ധമതാനുയായി കരുതുന്നുണ്ട്. അതിന് കാരണവുമുണ്ട്. ഗൗഡപാദരുടെ അജാതവാദ സിദ്ധാന്തമനുസരിച്ച് ഈ ലോകം മിഥ്യാഭ്രമമോ മിഥ്യാബോധമോ ആണ്. സത്യമായ ബ്രഹ്മം മാത്രമാണ് നിലനിൽക്കുന്നത്. ബ്രഹ്മം എന്ന പദത്തിൻ്റെ സ്ഥാനത്ത് ബുദ്ധമതത്തിൽ പ്രയോഗിക്കപ്പെടുന്ന ശൂന്യം എന്ന പദം പ്രയോഗിക്കുകയാണെങ്കിൽ മഹാനായ ബൗദ്ധമത പ്രചാരകനായ നാഗാർജുനൻ്റെ
പ്രജ്ഞപരിമിത എന്ന ആശയം കിട്ടും. ബാബാജി, ഇതൊക്കെ ചിന്താപരമായ കാര്യങ്ങളാണ്. എനിക്ക് യോഗവിദ്യയെപ്പറ്റി പറഞ്ഞു തരുമോ? ശരി, ബാബാജി പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു. മധു, ശ്രദ്ധിച്ചു കേൾക്കൂ. യോഗവിദ്യ ഒരു പ്രാചീന ശാസ്ത്രമാണ്. പതഞ്ജലി മഹർഷിയാണ് അതിനെ ക്രോഡീകരിച്ചത്. പതഞ്ജലിയുടെ അഷ്ടാംഗയോഗശാസ്ത്രം ഒരു അമൂല്യ നിധിയാണ്. 8 അംഗങ്ങളോട് കൂടിയ ഈ ശാസ്ത്രത്തിൻ്റെ മുഖ്യ ലക്ഷ്യം ചിത്തവൃത്തി നിരോധം, അതായത് ചിത്രവൃത്തികളെ നിരോധിക്കുക എന്നതാണ്. ധ്യാനം പരിശീലിക്കുന്ന യോഗി ആസനം, പ്രാണായാമം, ബന്ധം, മുദ്രകൾ, ക്രിയ എന്നിവ നിയമങ്ങളനുസരിച്ച് അഭ്യസിക്കുകയാണെങ്കിൽ സമാധിയുടെ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നതാണ്. സമാധി പലതരത്തിലുണ്ട്. സമാധി അടിസ്ഥാന ആവശ്യമാണ്. അതിനുശേഷം ഉപനിഷത്തിലെ തത്വങ്ങൾ മനസ്സിലാക്കുന്ന മനസ്സിന് ബോധത്തിൻ്റെ ഉന്നത തലങ്ങളിൽ വ്യാപരിക്കാനും സാഹചര്യങ്ങളിൽ നിന്ന് സ്വതന്ത്രമാകാനും കഴിയും. യോഗവിദ്യയുടെ പരമമായ ലക്ഷ്യം മുക്തി അഥവാ കൈവല്യം എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ അവസ്ഥയാണ്. ഞാൻ ചോദിച്ചു, ബാബാജി, യോഗശക്തികളെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നു. സിദ്ധി കൈവരിക്കുന്ന യോഗി സർവശക്തിമാനും സർവവ്യാപിയും സർവജ്ഞനുമാണെന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ? ബാബാജി ഉറക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാവർക്കും താല്പര്യം യോഗസിദ്ധികളിലാണ്. യോഗശക്തികൾ എങ്ങനെ വികസിപ്പിക്കാം എന്ന പേരിൽ ഒരു പുസ്തകം മാർക്കറ്റിൽ ഇറങ്ങുകയാണെങ്കിൽ അത് ചൂടപ്പം പോലെ വിറ്റഴിയും. സത്യം പറയാം, യോഗശക്തികൾ ഉണ്ട്, എന്നാൽ അപൂർവമായി മാത്രം. അത്ഭുതകൃത്യങ്ങൾ എന്ന് പറയപ്പെടുന്ന പല പ്രകടനങ്ങളും ഇന്ദ്രജാല വിദ്യകളാണ്. യോഗ പരിശീലനത്തിലൂടെ മനസ്സ് ഏകാഗ്രമായി തീരുന്നു. മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ ഒരു സാധാരണക്കാരന് വർഷങ്ങളോളം വേണ്ടിവരും. എന്നാൽ യോഗാഭ്യാസം ചെയ്യുന്ന ആൾ ചുരുങ്ങിയ സമയം കൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കുന്നു. കൂടാതെ മനസ്സ് സ്ഥിരത കൈവന്നിരിക്കുന്നതോടെ പ്രശാന്തമാകുന്നു. അതോടെ മനസ്സിന് ശാന്തി ലഭിക്കുന്നു. സ്വാത്മകേന്ദ്രിതമായ മനസ്സ് ആ അവസ്ഥയിൽ നിന്ന് മുക്തമാകുകയും അന്യ മനസ്സുകളോട് ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നു. യോഗിക്ക് അന്യമനസ്സുകളിലെ ചിന്തകൾ വായിച്ചെടുക്കാൻ കഴിയുന്നു. പരിശീലനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പോലും അതിന് കഴിയുന്നു. സത്യത്തിൽ ആകെ ഒരു മനസ്സേ ഉള്ളൂ. ഇത് സൈദ്ധാന്തിക തലത്തിലല്ല, പ്രായോഗിക തലത്തിലാണ്. എന്നാൽ വിഭജിക്കപ്പെട്ട മനസ്സിൻ്റെ ഉടമകൾക്ക് യോഗികളുടെ ചിന്തകളും പ്രവൃത്തികളും അസാധാരണവും അത്ഭുതകരവും ആയി അനുഭവപ്പെടും. എന്നാൽ ഒരു കാര്യം ഞാൻ നിന്നോട് തർപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ ജനിച്ച ഒരു സ്ത്രീക്കോ ഒരു പുരുഷനോ ഒരിക്കലും സർവജ്ഞനും സർവശക്തനും സർവവ്യാപിയും ആകാൻ കഴിയുകയില്ല. വ്യക്തി എത്ര തന്നെ ഔന്നിത്യം പ്രാപിച്ചാലും അതിന് കഴിയുകയില്ല. എത്ര ദീർഘകാലം നല്ല ഭക്ഷണത്തിലൂടെയും യോഗാഭ്യാസം ചെയ്ത് പുനരുജ്ജീവനത്തിലൂടെയും ജീവിച്ചിരുന്നാലും ഒരു നാൾ ശരീരം വെടിയുക തന്നെ ചെയ്യും. നൂറ്റാണ്ടുകളായി ജീവിച്ചിരിക്കുന്ന എൻ്റെ ഗുരുവായ ഗുരു ബാബാജിയും ഒരു ദിവസം മരിക്കും. എന്നെങ്കിലും ഒരു ദിവസം ഞാനും മരിക്കും. ഒരു സാധാരണ മനുഷ്യൻ അത്ഭുതകൃത്യം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കാര്യം യഥാർത്ഥത്തിൽ ചില പ്രകൃതി നിയമങ്ങളുടെ പരിണത ഫലമാണ്. അയാൾക്ക് അതുവരെയും മനസ്സിലാക്കാനോ കണ്ടെത്താനോ കഴിയാത്തതായിരിക്കും. യോഗിക്ക് പ്രകൃതിയിലെ ചില നിയമങ്ങൾ അറിയാം. അവയെ എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്നും അറിയാം. എനിക്ക് നാദസമ്പ്രദായത്തെപ്പറ്റി അറിയണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ആരാഞ്ഞു. ഒരിക്കൽ അങ്ങ് നാദസമ്പ്രദായത്തിൽ പെടുന്നുവെന്ന് പറഞ്ഞിരുന്നു. പ്രസ്തുത സമ്പ്രദായത്തെപ്പറ്റി കൂടുതൽ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. കൂടുതൽ കാര്യങ്ങൾ ക്രമേണ നീ മനസ്സിലാക്കും. വളരെ പ്രാചീനമാണ് നാദസമ്പ്രദായം. ശിവ മഹാദേവ് ആണ് ഈ സമ്പ്രദായത്തിൻ്റെ സ്ഥാപകൻ. ആദിനാഥ് എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു. അടുത്ത ആചാര്യൻ മഹാനായ മത്സ്യേന്ദ്രനാഥായിരുന്നു.
അദ്ദേഹം വിഖ്യാതനായ ഗോരഖ്നാഥിൻ്റെ ഗുരുവായിരുന്നു. വടക്കൻ പാരമ്പര്യം അനുസരിച്ച് ബാലക്നാഥ് എന്നും വിളിക്കപ്പെടുന്ന ആചാര്യനുണ്ട്. അദ്ദേഹത്തെ എല്ലായ്പ്പോഴും കൗമാരപ്രായത്തിൽ കണ്ടിരുന്നത് കൊണ്ടാണ് അങ്ങനെ വിളിച്ചിരുന്നത്. അദ്ദേഹം തന്നെയാണ് എൻ്റെ ഗുരുവായ ഗുരു ബാബാജി. കഴിഞ്ഞ ജന്മത്തിൽ നിൻ്റെയും ഗുരുവായിരുന്നു അദ്ദേഹം. നാഥന്മാർ അസാമാന്യമായ കഴിവുള്ള യോഗികളായിരുന്നു. യോഗവിദ്യയെ സംബന്ധിക്കുന്ന സുപ്രധാന കൃതികൾ രചിച്ചിട്ടുള്ളത് അവരായിരുന്നു. ഗോരക്ഷാശതകം, ഗോരണ്ഡ സംഹിത, ഹഠയോഗ പ്രദീപിക തുടങ്ങിയ കൃതികൾ നാദയോഗികൾ രചിച്ചവയാണ്. ആസനങ്ങൾ, പ്രാണായാമം, ക്രിയായോഗം, ബന്ധങ്ങൾ, മുദ്രകൾ എന്നിവയിൽ പരിശീലനങ്ങൾ നടത്തിയിട്ടുള്ളതും പൂർണ്ണത കൈവരിച്ചിട്ടുള്ളതും അവരാണ്. അവർ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്ന യോഗികളായിരുന്നു. സാമാന്യ ജനങ്ങൾക്കിടയിൽ അവർ കാൻഫടക എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. അതിന് കാരണം ഞാൻ ചെയ്തിട്ടുള്ളതുപോലെ തങ്ങളുടെ കാതുകളിലെ അസ്ഥി തുളച്ച് ചെറിയ വളയങ്ങൾ ധരിച്ചിരുന്നതാണ്. ഞാൻ കൗതുകത്തോടെ പറഞ്ഞു, ഞാൻ അങ്ങയുടെ കാതിലെ വളയം ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ. വളയങ്ങൾ ധരിക്കുന്നതിന് എൻ്റെ കാതുകൾ എപ്പോഴായിരിക്കും തുളയ്ക്കുന്നത്? ഉടനെ ബാബാജി പറഞ്ഞു, നിന്റെ കാതുകളിലെ അസ്ഥി തുളയ്ക്കേണ്ടി വരില്ല. എന്തുകൊണ്ടെന്നാൽ നീ ഇവിടെ നിന്നും മടങ്ങിപ്പോയിട്ട് സാധാരണക്കാരെ പോലെ ജീവിക്കും. എങ്കിലും നിന്റെ കാതിലെ തരുണാസ്ഥിക്ക് പകരം കീഴ്ചെവിയിൽ തുളയിട്ട് ചെമ്പു വളയങ്ങൾ ഇടും. എന്നോടൊപ്പം കഴിയുന്നതുവരെ അവ ധരിച്ചാൽ മതി. ഇവിടെ നിന്നും മടങ്ങിപ്പോകുമ്പോൾ അവ ഊരി മാറ്റാവുന്നതാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ദ്വാരം സ്വയം അടഞ്ഞുകൊള്ളും. മറ്റൊരു പ്രത്യേകത കൂടി പറയാം. നാഥന്മാർ എവിടെ താമസിച്ചാലും അവിടെ അവർ എപ്പോഴും ധൂനി കത്തിച്ചു വയ്ക്കും. ഷിർദിയിലെ സായിനാഥൻ ധൂനി സ്ഥിരമായി കത്തിച്ചു വച്ചിരുന്നു. ഇന്നും അത് കെടാതെ സൂക്ഷിക്കപ്പെടുന്നുണ്ട്. നിനക്ക് ഒരു പ്രത്യേക സൗജന്യം തരുന്നു. നിനക്ക് അപ്രകാരം ചെയ്യേണ്ടതില്ല. എന്തെന്നാൽ നിന്റെ കർമ്മമണ്ഡലം മറ്റൊരു തരത്തിലുള്ളതായിരിക്കും. നിനക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചില വിശേഷ അവസരങ്ങളിൽ മാത്രം ധൂനി കത്തിക്കാവുന്നതാണ്. ബാബാജി, അങ്ങ് എനിക്ക് ക്രിയാപ്രാണായാമം, അതായത് തപ്ത പ്രാണായാമവും ശീതള പ്രാണായാമവും പഠിപ്പിച്ചു തന്നു. ക്രിയായോഗത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പിന്നീട് കൈലാസ യാത്രയ്ക്ക് പോകുമ്പോൾ വിശദീകരിച്ചു തരാം. നാം ടിബറ്റിലെ തോലിംഗ് മഠത്തിലേക്ക് കാൽനടയായി സഞ്ചരിച്ചായിരിക്കും കൈലാസത്തിലേക്ക് പോകുന്നത്. അവിടെ വെച്ച് നിന്റെ കീഴ്ചെവികൾ തുളച്ച് ചെമ്പ് വളയങ്ങൾ ഇടും. തോലിംഗ് മഠത്തിലും ടിബറ്റിലും പോകാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? എൻ്റെ മനസ്സിലെ ആഗ്രഹം അദ്ദേഹത്തിന് വായിച്ചെടുക്കാൻ കഴിഞ്ഞതോർത്ത് ഞാൻ അത്ഭുതപ്പെട്ടു. പ്രായം ചെന്ന ടിബറ്റൻ യോഗി തോലിംഗ് മഠത്തെപ്പറ്റി പരാമർശിച്ച ദിവസം മുതൽ എൻ്റെ മനസ്സ് ആ പ്രദേശം കാണുന്നതിന് ആഗ്രഹിച്ചിരുന്നു. പലപ്പോഴും എൻ്റെ ആഗ്രഹം ബാബാജിയോട് പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹത്തോട് ചോദിക്കുന്നത് മാറ്റിവെച്ചു കൊണ്ടിരുന്നു. ഞാൻ അറിയാതെ ഉറക്കെ പറഞ്ഞുപോയി, ബാബാജി, അതൊരു വലിയ സംഭവമായിരിക്കും. മഹായോഗിയായ ശിവൻ്റെ ആസ്ഥാനമായ കൈലാസം. അതെ, നാം തോലിംഗ് പാവവും കൈലാസവും സന്ദർശിക്കും. ഇപ്പോൾ ഉച്ചഭക്ഷണത്തിനുള്ള സമയമായി. ധൂനിക്ക് വേണ്ടി കുറച്ച് വിറകും കൊണ്ടുവരൂ. ഒറ്റ ഇരിപ്പിൽ അധികം അധ്യയനം ചെയ്യുന്നത് ഒറ്റ ഇരിപ്പിലിരുന്ന് അമിത ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ്. ഉള്ളിൽ ചെല്ലുന്നത് ദഹിക്കുകയില്ല. ഓം ശാന്തി ശാന്തി ശാന്തി. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിച്ചു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം. ഹരി ഓം.